ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ. അപ്പോൾ ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പൂരിയിലേക്കുള്ള ബാജിക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടാണ് കേട്ടോ. നമ്മൾ എന്ത് ജോലി കിച്ചണിൽ ചെയ്താലും അപ്പം തന്നെ ആ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കിയിടുക. അതുപോലെ സിങ്കിൽ പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വേഗം തന്നെ കഴുകി വെക്കാം കേട്ടോ. നമ്മളെടുക്കുന്ന പാത്രം നമ്മൾ അപ്പം തന്നെ കഴുകി വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ ജോലി ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കിച്ചണിൻ്റെ ജോലികൾ അങ്ങനെ ഭാരമായിട്ട് തോന്നിക്കൂല. അപ്പം ഞാൻ എപ്പോഴും കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ കേട്ടോ ചെയ്യൽ. അപ്പം അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് അടിച്ചു വാരി തുടക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾ രണ്ടാളും നല്ല കളിയിലാണ് കേട്ടോ. അനിയത്തിൻ്റെ മോനും എൻ്റെ മോളുമാണ് കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൊക്കെ കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരെ കൂടെ കുറച്ച് ഇരുന്നിട്ട് പിന്നെ ഞാൻ വേഗം തന്നെ അടിച്ചു വാരി തുടക്കണം കേട്ടോ. അങ്ങനെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിലും വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ. 2-3-4 ദിവസം നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ ഉണക്കാൻ വേണ്ടി. ഫുള്ള് ഡ്രസ്സും നനഞ്ഞൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ അതിലുമേൽ അങ്ങനെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പരപ്പനങ്ങാടിക്ക് ഒന്ന് പോവുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പരപ്പനങ്ങാടി പോയി ഞങ്ങൾ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി ആട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ രാത്രി ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കറീൻ്റെ റെസിപ്പി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കൽ ചിക്കൻ കറി. അപ്പോൾ ആ ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല പോലെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സവാള ഞാൻ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തു. പിന്നെ ഇതിലേക്ക് പൊടികളാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികളാട്ടോ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ അപ്പോൾ അത് നല്ല ഇതിൽ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാനിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി നന്നായിട്ട് തന്നെ തിളച്ചിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ തന്നെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അരമണിക്കൂർ തന്നെ വേവിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ആ ചാറൊക്കെ ഒന്ന് കുറുക്കിയിട്ട് നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ലേശം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടില്ലേ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ കുറച്ച് പപ്പടം കൂടെ പൊരിച്ചെടുത്തു കേട്ടോ. പിന്നെ തലേന്നക്കത്തെ സാമ്പാർ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കണേ കണ്ടപ്പോൾ മോള് ചോറ് കഴിക്കുന്നിടത്തുനിന്ന് സൂപ്പറാണ്, അടിപൊളിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നെ കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകി വെക്കാണ് കേട്ടോ. പിന്നെ സിങ്കൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കഴുകി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.